ഹായ് നമസ്കാരം. 2 ദിവസത്തെ ഇടവേളയുണ്ടായി, സദയം ക്ഷമിക്കുക. ഞാനിന്ന് ഓർക്കുന്നത് 2020 ഏകദേശം ഈ സമയത്താണ് ഞാൻ ഒരു സിനിമ കണ്ടത്. അതിൻ്റെ തിരക്കഥയിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ തോന്നിയെങ്കിലും പക്ഷേ ആദ്യ പകുതി അല്ലെങ്കിൽ ഇൻ്റർവൽ പഞ്ച് വരെ വളരെ രസകരമായിട്ട് തന്നെയാണ് സിനിമ പോയത്. അതിനുശേഷം പതിവ് ക്ലീഷേ ടെംപ്ലേറ്റ് തന്നെയാണ് ആ സിനിമ. അജയ് വാസുദേവ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ 2020 ഇറങ്ങിയ, അതായത് കൊറോണയ്ക്ക് മുമ്പ് നമ്മൾ തിയേറ്ററിൽ ആഘോഷമാക്കിയ ഒരു സിനിമ. ആ സിനിമയായിരുന്നു നമ്മുടെ ഷൈലോക്ക് എന്ന സിനിമ. ചിത്രത്തിൻ്റെ 2ാം ഭാഗമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, എന്തായോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും നമുക്കറിയാവുന്ന 2 സുഹൃത്തുക്കളാണ് അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ. അതിലൊരാളെ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ അരീന ആനിമേഷനിൽ പഠിപ്പിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ പഠിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനന്ന് ഒരു ഫാക്കൽറ്റി ആയിരുന്നു, മാത്രമല്ല അവിടുത്തെ കോഴ്സ് കോർഡിനേറ്ററും കൂടിയായിരുന്നു. അങ്ങനെ അവരെ പഠിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും അദ്ദേഹം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഫേസ്ബുക്കിൽ. പക്ഷേ വളരെ രസകരമായിട്ട് ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു തിരക്കഥ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ പതിവ് ടെംപ്ലേറ്റുകൾ ഉള്ളതുകൊണ്ടായിരിക്കും അതിന് ക്ലീഷേ എന്ന് പൊതുവേ എല്ലാവരും പറഞ്ഞു വെച്ചത്. എനിക്കിഷ്ടമായ സിനിമയാണ് കേട്ടോ. വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ എടുത്തു പോയൊരു സിനിമ തന്നെയാണ്. കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് എടുക്കാമായിരുന്നു എന്ന് തോന്നിയ സിനിമ. കുറച്ചും കൂടിയൊക്കെ നന്നാക്കി എടുത്ത് ഈ കഥാപാത്രത്തിനെ മാത്രം വെച്ച് വേണമെങ്കിൽ നമുക്കിതിൻ്റെ സീക്വലോ പ്രീക്വലോ ഒക്കെ ആയിട്ട് ഇറക്കാൻ പറ്റുമായിരുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട്, ഇപ്പോൾ ഈ ആവേശത്തിൽ നമ്മൾ രംഗണനൊക്കെ കണ്ടതുപോലെ ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപാത്രമായിട്ട് തന്നെ ഷൈലോക്കിലെ മമ്മൂട്ടിയുടെ ആ കഥാപാത്രം, പലിശയ്ക്ക് സിനിമാക്കാർക്ക് കടം കൊടുക്കുന്ന ആ കഥാപാത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനിയും സിനിമകൾ വേണമെങ്കിൽ എടുക്കാം. ഒരു ആക്ഷേപഹാസ്യ ഒരു ടെംപ്ലേറ്റിൽ വേണമെങ്കിൽ എടുക്കാം. അതുമാത്രമല്ല ഒരു ആക്ഷൻ പാക്കഡായിട്ട് എടുക്കാം. നമുക്ക് തുറുപ്പുകുലാനും അതുപോലെ രാജമാണിക്കൊക്കെ കണ്ട പോലെ ആ ഒരു രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് പോകാവുന്ന ഒരു സിനിമയായിട്ടും ഈ സിനിമയെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഏതായാലും ആ സിനിമ വന്നിപ്പോൾ ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഈ 6 വർഷത്തിനിടയിൽ 2ാം ഭാഗത്തിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. നിങ്ങൾക്കറിയുമോ എന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ 2ാം ഭാഗം ഇനിയിപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പ് വരാൻ പറ്റാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ ആർക്കെങ്കിലും അതിനുള്ള അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത് നല്ലൊരു സാധ്യതയുള്ള സിനിമയാണ്. അജയ് വാസുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എടുത്ത സിനിമകളിൽ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട സിനിമകളിലൊന്നും ഇതാണ്. രാജാതിരാജയും ഷൈലോക്കുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിൽ. മാസ്റ്റർ പീസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയില്ല. പക്ഷേ അത് വിജയചിത്രമായിരുന്നു. ഇതും വിജയചിത്രമാണ്. ഇതെങ്ങനെ വിജയിച്ചു എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിനെനിക്ക് ഉത്തരവുള്ളൂ. നമുക്ക് ഈ ദിലീപിൻ്റെ മായാമോഹിനി പലർക്കും ഇഷ്ടമല്ല, ശൃംഗാരവനം ഇഷ്ടമല്ല. പക്ഷേ ഇതൊക്കെ ഹിറ്റായ സിനിമകളാണ്. ആ കാലത്ത് വലിയ രീതിയിൽ കളക്ഷൻ ആയിട്ടുള്ളതാണ്. പലതും നമുക്ക് ഇഷ്ടമാവാത്ത സിനിമകൾ ഹിറ്റാവാറുണ്ട്. അത് നമ്മുടെ ആരും തെറ്റല്ല. ഭൂരിഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പടം ഹിറ്റാവും. ഏതായാലും ഷൈലോക്ക് ആ കാലത്ത് പണം വാരിയ ഒരു സിനിമ തന്നെയാണ്. ഷൈലോക്കിൻ്റെ അടുത്ത ഭാഗത്തിന് വേണ്ടി വളരെയധികം സ്നേഹത്തോടെ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർ, ഒപ്പം ഞാനും.